നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകാം. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അവിടെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടികൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് നടക്കുന്നത്. അനീഷ്, ഇന്നലെ പോറ്റിയെ കയറ്റിയ പാട്ട് രാഹുൽ ഗാന്ധി പാടുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ഒരു ആശയം അത് മുന്നോട്ട് വെക്കുന്നു. വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൂടുതൽ വ്യക്തത രാഹുൽ ഗാന്ധി കാര്യങ്ങളിൽ നൽകുമോ എന്നതാണ് അറിയേണ്ടത്. കൂടുതൽ ശക്തമായി ഡീലും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഉന്നയിക്കാനാണോ മലബാറിലും രാഹുൽ തയ്യാറെടുക്കുന്നത്? എന്താണ് കോൺഗ്രസ് അണികൾക്കിടയിലേക്കുള്ള ആവേശം? എത്രയാണ് രാഹുൽ മലബാറിലേക്ക് എത്തുമ്പോൾ? രേണുക, കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ ഗാന്ധി UDFന്റെ പ്രചാരണത്തിന് തിരികൊളുത്താനായി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കോഴിക്കോട് ക്രമീകരിച്ചിരുന്ന മഹാറാലിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അമ്മ സോണിയാഗാന്ധി അസുഖബാധിതയായതിനാൽ അയാൾക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പകരം മല്ലികാർജുൻ ഖാർഗെയാണ് അന്നത്തെ മഹാറാലി ഉദ്ഘാടനം ചെയ്ത്. ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് ആസൂത്രണം ചെയ്തായിരുന്നു. ഒരുപാട് സർപ്രൈസുകളൊക്കെ കരുതിയൊക്കെ വെച്ചിരുന്നു. പക്ഷേ ആ പരിപാടി നടക്കാതെ വന്നു. എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കേരള പര്യടനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അന്ന് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ നിരാശയായി മാറിയിരുന്നു. ആ നിരാശയ്ക്ക് പകരമാണ് ജില്ലയിൽ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ ആദ്യ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം നാദാപുരം മണ്ഡലത്തിൽ വരുന്ന കല്ലാച്ചിയിലേക്കാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. അവിടെ ഒരു കോർണർ മീറ്റിംഗിലാണ് സംസാരിക്കുക. അവിടെ നിന്നും പിന്നീട് പേരാമ്പ്ര, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ മത്സരം നടക്കുന്ന ഒരിടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പേരാമ്പ്ര. അവിടെ യൂത്ത് ലീഗിലെ ഫാത്തിമ തെഹ്ലിയും LDF കൺവീനർ TP രാമകൃഷ്ണൻ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടമാണ്. ഒരു സംസ്ഥാന നേതാവ് ആയിട്ടുകൂടി മണ്ഡലത്തിൽ നിന്നും മാറാൻ പോലും കഴിയാത്ത വിധം TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തുമ്പോൾ തന്നെ ആ മത്സരത്തിൽ ഒരു കാഠിന്യം വ്യക്തമാവും. എന്തായാലും അവിടെയാണ് UDF അണികൾക്ക് ആവേശമായി രാഹുൽ ഗാന്ധി രണ്ടാമത്തെ പരിപാടി എത്തുന്നത്. അവിടെയും കോർണർ മീറ്റിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത മണ്ഡലമാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജും ഒപ്പം സച്ചിൻ ദേവ്, കഴിഞ്ഞ തവണത്തെ MLA ആയ SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ നേതാവ് സച്ചിൻ ദേവും തമ്മിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്നത്. അവിടെ ബാലുശ്ശേരിയിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അവിടെ നിന്നും ഗ്യാരണ്ടി ബസ് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ കയറി നന്മണ്ട വരെ യാത്ര ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അരുണൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു വലിയ തുറുപ്പ് ചീട്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ ഗ്യാരണ്ടികളാണ്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC വാഹനങ്ങളിൽ യാത്രയുണ്ട്, 25 ലക്ഷം രൂപ വരുന്ന ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, 3000 രൂപയായി പെൻഷൻ ഉയർത്തും, വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകും. ഇങ്ങനെ പലതരത്തിലുള്ള ഗ്യാരണ്ടികളാണ് നൽകുന്നത്. ആ ഗ്യാരണ്ടികൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ബസ്സാണ്. ആ ബസ്സിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. നന്മടയിൽ എത്തിയ ശേഷം പിന്നീട് അവിടെ നിന്നും കൊയിലാണ്ടിയിലേക്ക് വരും. അവിടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ K പ്രവീൺ കുമാർ മത്സരിക്കുന്നത്. അവിടെയാണ് വിശാലമായ റോഡ് ഷോയും പൊതുസമ്മേളനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിഷയങ്ങളിൽ ഒരു മാറ്റം ഓരോ ദിവസവും രാഹുൽ ഗാന്ധി വരുത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യം കോൺഗ്രസ് നേതാക്കൾ ഡീല് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എത്തിയതെങ്കിൽ പിന്നീട് കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുന്നില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ കൊട്ടിക്കലാശത്തിലേക്ക് പതിയെ നീങ്ങുമ്പോൾ ഒരുപക്ഷെ ശബരിമല തന്നെ വീണ്ടും പൂർവാധികം കരുത്തോടുകൂടി ഉന്നയിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് UDF എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ മറുചോദ്യങ്ങളുമായി ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അണികളും മറ്റും രാഹുൽ ഗാന്ധിക്കെതിരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പോറ്റ് കയറിയപ്പോൾ അറിയാത്ത ആൾ പോറ്റി എങ്ങനെ കയറി എന്നതിനെക്കുറിച്ച് ചോദിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഒരുപക്ഷെ ഇന്നു മുതൽ LDF നേതാക്കളൊക്കെ വാർത്താ സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഈ പോറ്റി വിവാദം അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഈ പോറ്റിയുമായി എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചേക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയം തന്നെ കത്തുനിൽക്കും. നിലവിൽ തന്നെ SDP ബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വെൽഫെയർ പാർട്ടി UDF സഖ്യമൊക്കെ തെരഞ്ഞെടുപ്പിൽ പല ദിവസങ്ങളിലായി ചർച്ചയായി മാറിയെങ്കിലും ഏറ്റവും ഒടുവിൽ ശബരിമലയാണ് വിഷയമായി വന്നിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളൊന്നും നിലവിൽ നൽകുന്നില്ല, അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം ഒന്നും രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടില്ല. പക്ഷേ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഈ വിവാദങ്ങളിൽ ആരോപണങ്ങളുള്ള ഒരു വിശദീകരണം രാഹുൽ ഗാന്ധിയോട് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. രേണുക.
ശരി, എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു വെച്ചതാണ് വനിതാ മുഖ്യമന്ത്രി എന്നൊരു കാര്യം. അത് തന്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സ്ത്രീകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിത്തരാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന. ഇക്കാര്യം രാഹുൽ പറയുമ്പോൾ സദസ്സിൽ കൈയടിക്കാതിരുന്ന പുരുഷന്മാരെ രാഹുൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും രാഹുലിന്റെ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത രാഹുൽ വരുത്തുമോ എന്നത് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. We want you to be participants in Kerala. In fact, I'm looking forward to the day when we have a woman Chief Minister of Kerala. See, the men are not clapping so loudly. Women are clapping loudly. So we want the women of Kerala to be able to fulfill their dreams. Whatever they want to do, we want them to succeed. Whatever job they want to do. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.